നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കുറച്ച് കൊള്ളി കിട്ടിയിട്ടുണ്ട്. ആ കപ്പ ഉണ്ടല്ലോ, ആ കപ്പ കൊണ്ടൊരു കൊള്ളിപ്പുഴുക്ക്, കപ്പ പുഴുക്ക് കേട്ടോ. അടിപൊളി പുഴുക്ക് വെക്കാം കേട്ടോ കപ്പ. അപ്പം അതിനായിട്ട് ഞാൻ കപ്പ തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാ ഇതൊക്കെ നമുക്കിന്ന് എടുത്തിട്ട് ഒരു പുഴുക്ക് വയ്ക്കാം. എല്ലാവർക്കും ഇഷ്ടാവും. നുറുക്കാട്ടോ. അപ്പോൾ ഈ പ്ലേറ്റിൽ നിന്ന് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് ഈ പ്ലേറ്റിൽ നുറുക്കിയിടാം കേട്ടോ. നിങ്ങൾ കപ്പപ്പുഴുക്ക് തിന്നിട്ടുണ്ടോ? നല്ല സ്വാദാട്ടോ. ഉണ്ടാക്കാൻ പോണേ കേട്ടോ. ഇത് നാരൊക്കെ കളയാം കേട്ടോ. ഇത് നാരില്ലേ, അത് കളയാം. അത് കടിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ്. ഇത്രയുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ വാരിയിടാം. മുഴുവനും വാരി ഇട്ടു. ഇനി അതിൽ വെള്ളം ഒഴിക്കാം. ഏകദേശം മോൾ ഭാഗം വരെ വെള്ളം വേണം കേട്ടോ. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളമായി കണ്ടില്ലേ. ഇത് വെന്ത് കഴിയുമ്പോൾ ഈ വെള്ളം ഊറ്റിക്കളയാനുള്ളതാണേ. ഉപ്പിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിൽ വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വെന്തുണ്ടാവും. ഇപ്പോൾ വിസിലൊക്കെ വന്നു, പ്രഷറൊക്കെ പോയി. നമുക്ക് തുറക്കാം. ഇതാ വെന്തിട്ടുണ്ട്. നോക്കാം കേട്ടോ. നോക്കൂ, കണ്ട എന്തുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അടപ്പ് വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞാൽ ഈ വെള്ളം കളയണം. അല്ലെങ്കിൽ നമുക്ക് അതിൽ കട്ടുണ്ടാവും. അപ്പം നമുക്ക് തലക്കടിച്ച പോലെ ഇരിക്കും അത്. ഇനി വെള്ളമൊക്കെ കളഞ്ഞിട്ട് അടുപ്പത്ത് ഒന്നുകൂടി വെച്ച് തീ കത്തിച്ചു. ഇതിലേക്ക് നാളികേരം അരയ്ക്കണം. ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 ചുമന്നുള്ളി, 4-5 പച്ചമുളക്. നന്നായിട്ട് നാളികേരം കൂട്ടിയിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അടിയിൽ മുളകൊക്കെ ഇട്ടു, മോൾ ഭാഗത്ത് നാളികേരം ഇട്ടു. ഒറ്റ കറക്കാം. അപ്പോഴേക്കും ഇതൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. എന്താ ഒറ്റ കറക്കം. വെളുത്തുള്ളി ഇടാന്ന് വെച്ചാൽ ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ മാറാനാണ്. ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാൻ വെളുത്തുള്ളി നല്ലതാണ്. പച്ചമുളക് എരിവിന് ഇതാ ചതച്ച് അതിനുള്ളിലേക്ക് ഇട്ടു. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ കൊള്ളിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞും കിട്ടും. നാളികേരം പച്ചമുളക് ഒക്കെ എല്ലായിടത്തും ആവും ചെയ്യും. നല്ല രസമാട്ടോ ഇത്. അടിപൊളിയാണ്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ഇളക്കി ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഒക്കെ ഇടാം. കണ്ടോ, നന്നായിട്ടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ. നല്ലോണം വെളിച്ചെണ്ണ വേണം. പച്ച വെളിച്ചെണ്ണ സൂപ്പറാണ്. കറിവേപ്പില ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, കുറച്ച് നേരം കഴിഞ്ഞു. നമുക്ക് കഴിക്കാം. മതിയല്ലേ? കൊണ്ട് കഴിക്കും. സുന്ദരി വാ, ചായ കുടിക്കാൻ. ഇത് ഓഫ് ചെയ്തിട്ടാ കഴിക്കുമ്പോഴത്തെ നമുക്ക് കഴിക്കാം. അപ്പം നമ്മളുടെ കൊള്ളിപ്പുഴുക്ക് എസ്റ്റു എന്നല്ല പറയാം. എസ്റ്റു എന്ന് പറയണമെങ്കിൽ ഇത് വെള്ളമൊക്കെ ഉണ്ടാവണം. ഇത് കൊള്ളിപ്പുഴുക്ക്. കൊള്ളിയിൽ വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് അതിൽ നാളികേരവും പച്ചമുളകും വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് അരച്ച് ചേർത്ത്
കറിവേപ്പില ഊരിയിട്ട് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. അടിപൊളി കൊള്ളിപ്പുഴുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കോളൂ. ആ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഹൈ ടേസ്റ്റ് ആയിരിക്കും. വിശക്കാണ്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ഫുഡ് ഫോർ ഈവനിങ് ടീ. ഇഷ്ടമായോ? ഇഷ്ടമാവും എല്ലാവർക്കും കേട്ടോ. നല്ല സ്കൂളൊക്കെ വിട്ട് കുട്ടികൾ വരില്ലേ, അത് ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ കിട്ടിയാൽ നല്ല വിശന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ കിട്ടിയാൽ നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. അടിപൊളിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഉള്ള ആൾക്കാരൊക്കെ ഇത് കുറച്ച് കഴിച്ചാൽ മതി. ഇഷ്ടമാണെങ്കിലും കുറച്ച് കഴിക്കാം കേട്ടോ. അതാണ് ഒരു അപേക്ഷ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. എൻ്റെ ഓക്കെ, ഇഷ്ടമായെങ്കിൽ അതന്നെ. ബൈ. എങ്ങനെയുണ്ട്? കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനെന്താ പറയുക? കപ്പപ്പുഴുക്ക്. കപ്പപ്പുഴുക്ക് എന്നാ പറയുക. കപ്പപ്പുഴുക്ക്. ചേട്ടത്തേമ്മ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊള്ളി കപ്പ പുഴുക്ക് നമ്മുടെ ഗസ്റ്റിന്. ഇവരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂല്ലേ? നമ്മുടെ ബിന്ദു ആൻഡ് ചേട്ടത്തിയമ്മ പിന്നെ കണ്ണൻ. ഇവർ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ളതാണല്ലേ. പൂനെയിലാണ് ഇവർ താമസിക്കുന്നത് കേട്ടോ. ഇവർ ലീവിന് വന്നിരിക്കണതാണ്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് എത്തിയതാണ് കേട്ടോ. ബിന്ദു ചേട്ടത്തിയമ്മ പിന്നെ ഇവിടെയുള്ള ആൾ തന്നെയാണ്. ബിന്ദു മോനും അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ കൊള്ളി അവർക്ക് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് കേട്ടോ. സന്തോഷമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവരെയും കൂടി പരിചയപ്പെടുത്തി തരാൻ സാധിച്ചതിൽ സന്തോഷം എനിക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി നാളെ കാണാം. ബൈ.